ഇന്ന് ഡേ 2 നമ്മളിതാ ബോക്സിംഗ് ക്ലാസ്സിൽ വന്ന് ഞാനും നിക്ലാസും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. മാഷൊന്നും വന്നിട്ടില്ല, മാഷൊക്കെ ഓൺ ദ വേ ആണ്. എന്തായാലും ഡേ 2 ട്രെയിനിങ് സെഷനൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ജാബും ക്രോസും ഹുക്കും അപ്പർ കട്ടും ഫുള്ളൊന്ന് സെറ്റാക്കിയിട്ട് വേണം ബാക്കിയുള്ള മെയിൻ പരിപാടിയിലേക്ക് പോകാൻ. ബോക്സിങ്ങിൻ്റെ സ്ലിപ്പും പിന്നെ സ്റ്റാമിന ഇൻക്രീസ് പരിപാടിക്ക് പോയിട്ട് കാണാം. മെയിൻ പരിപാടിക്ക് പോയിട്ട് കാണാം. 2, 3, 4, 5, 6, 7. Ready? 1, 2, 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ഗായ്സ്, മാഷ് ബോക്സിംഗ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് പറഞ്ഞു ബർപ്പീസ് ചെയ്യാൻ എല്ലാവരോടും, സ്റ്റാമിന കൂട്ടാൻ പിന്നെ സ്ട്രെങ്ത്തിലും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു 50-60 ബർപ്പീസ് മിനിമം അത്രയാൾ ചെയ്തിട്ടുണ്ടാവും. അത്രയും ബർപ്പീസ് ഇങ്ങനെ അടിക്കുന്ന വിഷ്വൽസ് ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടോക്കെ. എന്തായാലും എല്ലാവരും 100% ബർപ്പീസ് ചെയ്തിട്ട് ലാസ്റ്റ് ക്ലാസ്സിന് എൻ്റെ ആകുമ്പോഴത്തേക്ക് എല്ലാം ചത്തുപോയിന് ഗൈസ്. ഇത് ജസ്റ്റ് ഒരു ഫൺ മൂമെൻ്റ് ആണ് ഗൈസ്. നമ്മളെ ബോക്സിംഗ് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പഞ്ച പിടിച്ചവരെടുത്ത വീഡിയോ ആണ്, വ്ളോഗിലൊന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ആം റെസ്ലിംഗ് എന്ന് പറഞ്ഞ സ്പോർട്സിന് ഒരു ഡിസ്റെസ്പെക്റ്റും വിചാരിക്കരുത്, കാരണം ഞങ്ങൾ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഫ്ലോറിൽ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഫുള്ള് ബോഡി വെയിറ്റ് ഇട്ടാട്ടോ അർദ്ധട്ടെ അനന്തേട്ടന്റെ ഫുള്ള് ബോഡി വെയിറ്റ് താങ്ങി നിന്ന് റിസ്റ്റുമേല്. അതെ, അവിടെ എത്തിയില്ലേ? സ്പോർട്സിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ നിക്കോളാസിന്റെ അച്ഛനാണ് നമ്മളെ ഇറക്കി തരുന്നത്. 15 കൊല്ലം മുന്നേ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത ആളാട്ടോ. 4 കൊല്ലം കൊണ്ട് ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ആണ്. പിന്നെ അതുകൊണ്ടാണ് നിക്കോളാസിനെ ഇപ്പൊ ബോക്സിംഗ് ക്ലാസ്സിലേക്കൊക്കെ അയക്കുന്നത്. വലിയ പുള്ളിയാ, നമ്മള് കാണുന്ന പോലെ ഒന്നല്ല. ഇതാണ് മൂപ്പന്റെ ഓട്ടോറിക്ഷ. പഞ്ചിങ് കാര്യങ്ങളൊക്കെ പിന്നെ ടെക്നിക്ക്, നമ്മളെ എന്ത് ടെക്നിക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ കരാട്ടയോ കളരിയോ എന്ത് അഭ്യാസം പഠിച്ച കാര്യമുള്ളൂ. അല്ല പ്രാക്ടീസ് ഇല്ലാതെ ഒരു കാര്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് രക്ഷിതാക്കളോടും പിന്നെ സ്റ്റുഡൻസിനോടും പറയാനുള്ള കാര്യം എനിക്ക് അതാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ പറയുക കരാട്ടക്കാർ പറഞ്ഞ നാട്ടിൽ കാര്യമില്ല. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ കാലും കയ്യും പൊങ്ങുള്ളൂ. ഒരാളെ അടിച്ചു വീഴ്ത്തണമെങ്കിൽ, ഒറ്റ പവറിൽ ഒരാളെ അടിച്ചു വീഴ്ത്തണമെങ്കിൽ അതിന് പവർ വേണമെങ്കിൽ ഡെയിലി എക്സസൈസ് ചെയ്യണം. അതുകൊണ്ട് എനിക്ക് അത് മാത്രമേ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ. കാരണം ഞാനിപ്പോൾ 15 വർഷം നിർത്തിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ടെക്നിക്ക് ഉണ്ട്, ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നമ്മളെ മേത്ത് അടി വീഴാതിരിക്കാനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് ചില സമയത്ത് ഉണ്ടാവും, ചില സമയത്ത് ഉണ്ടാവില്ല. പിന്നെ ധൈര്യം, മുൻകൂട്ടി ധൈര്യം, അത് ആ പേർത്തെ മാനക്കരുത്ത് ഇല്ലാണ്ടല്ലോ അത് കരാട്ട പിടിച്ച് കാര്യം കേട്ടോ. ഒരു കത്തി എടുത്താല് കത്തിൽ കുത്താൻ ധൈര്യം വേണം. അതാ വേണ്ടത്. ഞാൻ ഇപ്പൊ 56 വയസ്സായിപ്പോ, സത്യം പറഞ്ഞാൽ 56 വയസ്സായിപ്പോ. അപ്പൊ അതുകൊണ്ടാണ് പറയാം. അപ്പൊ ആ അനുഭവത്തോട് പറയാണ് മക്കളെ, നിങ്ങളോട് ഈ കേൾക്കുന്ന ആൾക്കാരോടെ പറഞ്ഞിട്ടോ. പിന്നെ അരുൺ മാഷ് എന്ന് പറഞ്ഞാല് ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് മാസ്റ്റർ, പെരുമാറ്റം എല്ലാ കാര്യത്തിനും ഒരു എന്താ പറയാ, അത് ആ വ്യക്തിനൊക്കെ നമിക്കണം. ഡെയിലി പ്രാക്ടീസ്. എന്റെ മകൻ സത്യം പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാറില്ല കേട്ടോ, നിക്ലാസ് ചെയ്യാറില്ല. ഞാൻ നിക്ലാസിനെ പറയാറുണ്ട്, നിക്ലാസ് ഡെയിലി ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് പവറുണ്ട്. കാരണം സ്പീഡാണ് അതിന്റെ ആവശ്യം. നോക്കണ്ടേ, പ്രാക്ടീസ് ചെയ്യുന്ന ടീം എന്ന് പറഞ്ഞാല് ഡെയിലി പ്രാക്ടീസ്. ഇപ്പൊ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണ്ടോ? നിങ്ങൾ ചെയ്യാണ്ട് നിങ്ങൾ 2 കിക്ക് ചെയ്യുമ്പോൾ ഒറ്റൊന്ന് കിക്ക് ചെയ്യാൻ പ്രയാസമായിരിക്കും. അത് പ്രാക്ടീസിന് നമ്മളെ ഇത് ദിവസം കളിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല. അതാണ്. ബാക്കി നിങ്ങളെ പിന്നെ പറയാം, പിന്നെ വെറുപ്പിക്കുന്നില്ല, പിന്നെ പറയാം. പറയുന്നത് എന്താ വെച്ചാല് ഡെയിലി പ്രാക്ടീസ് ഇല്ലാണ്ട്
ഒരു കായികാഭ്യാസവും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അതിൽ ഒരുപാട് ശരിയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ക്ലാസ്സിന് സീരിയസ് പിന്നെ ഒരു 20 വയസ്സാകുമ്പോൾ മനസ്സിലാവുന്നു. ക്ലാസ് ഇങ്ങനെ ഒരാള് സ്കൂളിൽ പോയിട്ട് അടി വാങ്ങുമ്പോ തോന്നുക ഇത് പഠിക്കണം എന്നുള്ളത്. ക്ലാസ് പോയില്ല. സത്യം പറയാ മക്കളെ സത്യം പറയാം, വണ്ടി സത്യം പറ, എന്റെ ക്ലാസ് പഠിക്കുന്ന ഫീസ് ഫുള്ള് എന്റെ ഒരു ചേച്ചിയാണ് കൊടുക്കുന്നത്. മാസം 300 രൂപ ഫീസുള്ള വലിയ രാജു. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ മൂപ്പം ബ്ലാക്ക് ബെൽറ്റ് ആണ്, സെറ്റ് ആണ്, ഓട്ടോറിക്ഷ ഓടിക്കാണ്. അപ്പൊ മൂപ്പം പറയുന്നത് എന്താ വെച്ചാൽ മെയിൻ കാര്യം എന്താ വെച്ചാല് പ്രാക്ടീസ് ആണ് മെയിൻ. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താലേ ഒരു കായികാഭ്യാസത്തിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റൂ എന്നാണ് മൂപ്പന്റെ കോൺസെപ്റ്റ്. അതെ, 56 വയസ്സായി. 56 വയസ്സായി. ഇതാട്ടോ ഒറിജിനൽ സാധനം. ഇങ്ങനെ നിക്കണത് ഉണ്ടോ? നക്കില്ലേ ഇതിങ്ങനെ നിക്കണത്, ഇതിങ്ങനെ നിൽക്കാൻ പാടില്ല. ഇതാണ് ആദ്യം ഇവിടെ കൊള്ളണ്ട്. ഇവിടെ ഇല്ലേ, ഇവിടെ ഇല്ലേ, ഇതാണ് കൊള്ളണ്ട്. മനസ്സിലായോ? ഇതെവിടെയാണ് കൊള്ളണ്ട്? ഇവിടെ കൊണ്ടല്ലോ. ഇവിടെ ഈ മർമ്മാണ് ഇവിടെ. ഇവിടെ 2 മർമ്മാണ്. ഇവിടെ കുണ്ട അപ്പം ബോധം കിട്ടും. അപ്പൊ നമ്മളിതാ ഓട്ടോറിക്ഷയിൽ പോയിട്ടുണ്ട്. ഇതാ നിങ്ങളുടെ പേരെന്തേലും? അരുൺ. അരുൺ. അപ്പൊ അരുൺ ഏട്ടനാണ് നമ്മളെ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കുന്നത്. കാക്കൂർ സ്റ്റാൻഡില് ഓട്ടോ ഓടുന്നതാണ് അരുണേട്ടൻ. നിങ്ങളിപ്പോ എത്ര വർഷമായി ഓട്ടോ ഓടുന്നത്? 15 വർഷമായിട്ടോ ഇപ്പൊ ഓട്ടോ ഓടുന്നത്. അടിപൊളി. ബൈ ബൈ. എന്നാ ഓക്കെ, കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കുറച്ച് വിഷ്വൽസേ ഉള്ളൂ. പിന്നെ ഇനി മുതൽ ഒരുപാട് വിഷ്വൽസും കാര്യങ്ങളൊക്കെ വരും. ഞാൻ എന്തായാലും 2-3 മാസം കഴിഞ്ഞാൽ റിങ്ങിലിറങ്ങും. അതിൻ്റെ ഒരുപാട് വിഷ്വൽസും പിന്നെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ബോക്സർ ആരാണ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ എങ്ങനത്തെ വീഡിയോ ചെയ്യണം, എങ്ങനത്തെ വീഡിയോ ചെയ്യാനാണ് നിങ്ങൾക്ക് ആഗ്രഹം, ഞാൻ എങ്ങനത്തെ വീഡിയോ കാണാനാണ് നിങ്ങൾക്ക് ആഗ്രഹം, എല്ലാം പറയണം. ഫീഡ്ബാക്ക് ഫുള്ള് പറയണം കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. താങ്ക് യു ഓൾ.